ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെ ചെറുതിലും വലുതിലും വിശ്വസ്തനായി. ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെ ചെറുതിലും വലുതിലും വിശ്വസ്തനായി. അളവിലും കുറയ്ക്കാതെ അതിരുകൾ വയ്ക്കാതെ, അളവിലും കുറയ്ക്കാതെ അതിരുകൾ വയ്ക്കാതെ മഹത്വത്തിനായി നിക്ഷേപമേകി, മഹത്വത്തിനായി നിക്ഷേപമേകി. മഹത്വമേ മഹത്വമേ മരണത്തെ ജയിച്ച മഹത്വമേ, മഹത്വമേ മഹത്വമേ പിൻപടയാൻ വരുന്ന മഹത്വമേ, മഹത്വമേ മഹത്വമേ മരണത്തെ ജയിച്ച മഹത്വമേ, മഹത്വമേ മഹത്വമേ പിൻപടയായി വരുന്ന മഹത്വമേ. മുൻപോട്ടായുന്ന ആക്കത്തിലും ദൈവ നിയോഗങ്ങളും ആത്മാവിൽ പൂർണ്ണമായി നിവർത്തിച്ചിടും. മുൻപോട്ടായുന്ന ആക്കത്തിലും ദൈവ നിയോഗങ്ങളും ആത്മാവിൽ പൂർണ്ണമായി നിവർത്തിച്ചിടും. കാതിൽ ഞാൻ കേട്ടതും കരത്തിൽ ഞാൻ ഉയർത്തിയിടും, കാതിൽ ഞാൻ കേട്ടതും കരത്തിൽ ഞാൻ ഉയർത്തിയിടും. ദീർഘായുസ്സോടെ വാഴും നാളിലും, ദീർഘായുസ്സോടെ വാഴും നാളിലും. ചേർന്ന് പാടി മഹത്വമേ 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 മരണത്തെ ജയിച്ച മഹത്വമേ, മഹത്വമേ മഹത്വമേ പിൻപടയായി വരുന്ന മഹത്വമേ, മഹത്വമേ മഹത്വമേ മരണത്തെ ജയിച്ച മഹത്വമേ, മഹത്വമേ യേശുവേ മഹത്വമേ പിൻപടയായി വരുന്ന മഹത്വമേ, യേശുവേ 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 മരണത്തെ ജയിച്ച യേശുവേ, യേശുവേ യേശുവേ മരണത്തെ ജയിച്ച യേശുവേ. ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെ ചെറുതിലും വലുതിലും വിശ്വസ്തനായി. ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ ഒന്നോർത്ത് നോക്കി ഈ നിമിഷം വരെ എൻ്റെ കർത്താവ് നമ്മുടെ യേശുവപ്പ ചെറുതിലും വലുതിലും വിശ്വസ്തനായി. 2024 എന്ന ഈ വർഷം അവസാനിക്കാൻ
ചില മിനിറ്റുകൾ മാത്രം നമ്മുടെ മുമ്പിൽ ബാക്കി നിൽക്കുമ്പോൾ ഈ വർഷത്തിൽ എത്ര അത്ഭുതകരമായി ഈ ആണ്ടിന്റെ ആരംഭം മുതൽ അതിന്റെ അവസാനത്തെ ഈ നിമിഷം വരെയും നമ്മുടെ ദൈവമായ കർത്താവ് എത്ര അതിശയകരമായി, എത്ര അത്ഭുതകരമായി പ്രിയപ്പെട്ടവരെ നമ്മളെ വഴി നടത്തി. നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, കാലിനെ വീഴ്ചയിൽ നിന്നും, പ്രാണനെ മരണത്തിൽ നിന്നും അവൻ വിടുവിച്ചു. നാശകരമായ മഹാമാരിയിൽ നിന്നും, വേട്ടക്കാരന്മാർ ഒരുക്കിയ കെണികളിൽ നിന്നും നമ്മുടെ ദൈവം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തു. എത്ര നന്ദി പറഞ്ഞാൽ, എത്ര സ്തുതിച്ചാൽ മതി വരും. 2024 എന്ന ഈ വർഷത്തിൽ ഒത്തിരി പ്രതികൂലങ്ങൾ നാം ഫേസ് ചെയ്തു. ഒത്തിരി നന്മകൾ നമ്മൾ അനുഭവിച്ചു. ഒത്തിരി നന്മകളിലൂടെയും തിന്മകളിലൂടെയും, ഓളങ്ങളിലൂടെയും തിരമാലകളിലൂടെയും, പ്രതികൂലത്തിലൂടെയും സന്തോഷത്തിലൂടെയും, സമ്മിശ്രമായ അനുഭവങ്ങളിലൂടെയൊക്കെയും ദൈവമായ കർത്താവ് നമ്മളെ നടത്തി. എന്നാൽ കാറ്റുകൾക്ക് തകർക്കുവാൻ കഴിയാതെ, ഓളങ്ങൾ കൊടുക്കുവാൻ കഴിയാതെ, പേമാരികൾ കുലയ്ക്കുവാൻ കഴിയാതെ, പ്രപഞ്ചത്തിലെ ഒരു ശക്തികൾക്കും തൊടുവാൻ കഴിയാതെ, ഇന്ന് രാത്രിയിൽ ഈ നിമിഷം വരെയും നമ്മളെ പരിപാലിച്ച കർത്താവിന്റെ വിശ്വസ്തത എത്ര വലുതാണ്. നമ്മളാരും നിന്നതല്ല പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ നിർത്തിയതാണ്. നമ്മൾ ആരും ഈ 2024 എന്ന ഈ കഴിഞ്ഞ വർഷത്തിൽ ഒന്നും നേടിയതല്ല. നമ്മുടെ കർത്താവ് സകലതും നമുക്ക് നൽകിയതാണ്. നടത്തിയ വിധങ്ങൾ ഓർത്താൽ, കരുതിയ വിധങ്ങൾ ഓർത്താൽ, പരിപാലിച്ച വിധങ്ങൾ ഓർത്താൽ എത്ര നന്ദി പറഞ്ഞാൽ പറ്റും. ഒരു നിമിഷം പോലും അവന്റെ കണ്ണുകൾ നമ്മളിൽ നിന്ന് മാറ്റാതെ 365 ദിവസവും 8760 മണിക്കൂറും 5,25,600 മിനിറ്റുകളും 3,15,36,600 സെക്കൻഡും, ഒരു സെക്കൻഡ് പോലും ആ കണ്ണുകൾ നമ്മളിൽ നിന്ന് മാറ്റാതെ, അളവിൽ കുറയ്ക്കാതെ അതിശയങ്ങൾ ചെയ്ത്, നന്മകൾ ചെയ്ത്, ചെറുതിലും വലുതിലും എന്നെ എത്ര അത്ഭുതകരമായി കർത്താവ് നടത്തി. ചില മിനിറ്റുകൾ ദൈവത്തിന് നന്ദി പറയാനുള്ള സമയമാണ്. അതരങ്ങളെ തുറന്ന് ഈ ഒരു വർഷക്കാലം നടത്തിയ കർത്താവിനെ, പരിപാലിച്ച കർത്താവിനെ, സ്നേഹിച്ച കർത്താവിനെ, കരുതിയ കർത്താവിനെ, അപ്പാ ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ വിശ്വസ്തതകൾക്കായി ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ സ്നേഹത്തിനായി ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ജനത്തിനായി ഞാൻ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ. ഓർത്തിടുമ്പോൾ ഇത് അത്ഭുത കർത്താവേ. ഓർക്കാൻ കഴിയുന്നില്ല കർത്താവേ. പലതും വേദനിപ്പിക്കുന്ന ഓർമ്മകൾ പലതുമുണ്ട്. പക്ഷെ അവിടെയെല്ലാം ഒരമ്മയെ പോലെ ആശ്വസിപ്പിച്ച, ഒരപ്പനെ പോലെ സ്നേഹിച്ച, പരിപാലിച്ച, കരുതിയ, പുലർത്തിയ, നടത്തിയ, നിർത്തിയ, മാനിച്ച സ്നേഹമേ, യേശുവേ, 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 ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയാ കർത്താവേ. ഞങ്ങളുടെ കഴിവുകളല്ല കർത്താവേ, ഞങ്ങൾക്ക് ഒരു കഴിവും പറയാനില്ല കർത്താവേ. നീ പകർന്ന അഭിഷേകവും, നീ നൽകിയ അധികാരവും അല്ലാതെ, നീ തന്ന കൃപയല്ലാതെ, നിന്റെ സ്നേഹമല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് പറയാനില്ല കർത്താവേ. അങ്ങയുടെ സ്നേഹത്തിനായി, കൃപയ്ക്കായി നന്ദി. ആ കൈകളെ ഒന്ന് ഉയർത്തിപ്പിടിക്കുമോ? ഈ ന്യൂ ഇയർ സർവീസിൽ പങ്കെടുക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സഹോദരി സഹോദരന്മാരും, വാത്സല്യ ദൈവമക്കളും, ആ കരങ്ങളെ ഒരു നിമിഷമായിരിക്കുന്ന സ്ഥലത്തൊന്ന് ഉയർത്തിപ്പിടിക്കുമോ? യേശു അപ്പാ, അപ്പാ ഒന്ന് വിളിച്ചേ. അപ്പാ, അങ്ങയ്ക്ക് നന്ദി അപ്പാ, അങ്ങയ്ക്ക് നന്ദി അപ്പാ. അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞങ്ങളെ ആശ്വസിപ്പിച്ചതിനായി, കരുതിയതിനായി, പരിപാലിച്ചതിനായി, വഴി നടത്തിയതിനായി, നിലനിർത്തിയതിനായി നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി യേശുവേ. ഓൺലൈനിൽ എന്നെ കാണുന്ന പ്രിയപ്പെട്ടവർ, യൂട്യൂബിലൂടെ, വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ എന്നെ കാണുന്ന, ഞങ്ങളെ കേൾക്കുന്ന, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരെ, പ്രിയരെ, നിങ്ങൾക്കൊന്ന് ടൈപ്പ് ചെയ്യാൻ കഴിയുമോ? താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ് ഫോർ എവറിത്തിങ്. യു ആർ റിയലി ഫെയ്ത്ത്ഫുൾ ഗാഡ്. നീ വിശ്വസ്തനാ കർത്താവേ. ഞങ്ങൾ ഈ വർഷക്കാലം മുഴുവൻ കണ്ടത് നിന്റെ വിശ്വസ്തതയാ കർത്താവേ. അങ്ങയുടെ സ്നേഹമാ കർത്താവേ, അങ്ങയുടെ പ്രൊട്ടക്ഷനാ കർത്താവേ, അങ്ങയുടെ പരിപാലനമാ കർത്താവേ, അങ്ങയുടെ കരുതലാ കർത്താവേ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി കർത്താവേ. പ്രിയപ്പെട്ടവരെ, കർത്താവിന് നന്ദി പറയുമ്പോൾ തന്നെ
സ്വർഗീയ പിതാവിന് നന്ദി പറയുമ്പോൾ തന്നെ ഇന്ന് രാത്രിയിൽ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയ സഹോദരി സഹോദരന്മാരോടും എൽ ഷദായ് മിനിസ്ട്രിയുടെ ദൈവസഭകളിലെ വിശ്വാസ സമൂഹത്തോടും ശുശ്രൂഷകരോടും ആത്മീക നേതൃത്വത്തോടും ചെറുതും വലുതുമായ നിലകളിൽ ഈ ദൈവസഭയ്ക്ക് വേണ്ടി, ഈ ആത്മീക ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച, കരുതിയ, സ്നേഹിച്ച, മനസ്സിലാക്കിയ, പ്രാർത്ഥനയിൽ ചേർത്ത് നിർത്തിയ എല്ലാ പ്രിയപ്പെട്ടവർക്കും, എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും, എൻ്റെ കൂട്ടുവേലക്കാർക്കും, ക്രിസ്തുവിൽ എൻ്റെ സഹശുശ്രൂഷകർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. ഐ റിയലി താങ്ക് യു. ഞാൻ നിങ്ങളോട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനും നന്ദി, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നന്ദി. എനിക്കറിയാം ഈ വർഷം എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി, ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു. നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരോടെ നിങ്ങൾ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, അതെല്ലാം ആത്മാക്കളായി, വിടുതലുകളായി, സ്വർഗീയ നിക്ഷേപങ്ങളായി, ദൈവരാജ്യത്തിന്റെ എക്സ്പാൻഷനുകളായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 2024 എൽ ഷദായ് മിനിസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിവൈൻ എക്സ്പാൻഷന്റെ ഇയർ തന്നെയായിരുന്നു. ദൈവരാജ്യ കെട്ടുപണികളോടുള്ള ബന്ധത്തിൽ, ദൈവരാജ്യ പ്രവർത്തനങ്ങളോടുള്ള ബന്ധത്തിൽ അനവധിയായ കാര്യങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വർഷം ദൈവസഭയോടുള്ള ബന്ധത്തിൽ ചെയ്തെടുക്കുവാനിടയായി. പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെയാ പറഞ്ഞത്: വിശാലവും സഫലവുമായ വാതിൽ അവൻ ഞങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. എതിരാളികൾ പലരുമുണ്ട്, പക്ഷെ ഇതിന്റെ എല്ലാം നടുവിലും ദൈവം തുറന്ന വിശാലതയുടെ വാതിലുകൾ, ആ ഗ്രേറ്റ് എക്സ്പാൻഷനുകൾ വളരെ വലുതായിരുന്നു. ഒത്തിരി ജീവിതങ്ങൾ വിടുവിക്കപ്പെട്ടു. ഒത്തിരി പ്രിയമുള്ളവരെ യേശു സൗഖ്യമാക്കി. ഒത്തിരി കുടുംബങ്ങളെ അവൻ നവീകരിച്ചു. ഒത്തിരി പാപികൾ മാനസാന്തരത്തിലേക്ക് വന്നു. ഒത്തിരി കുടുംബങ്ങൾ യേശുവിന്റെ സ്നേഹത്താൽ നിറയപ്പെടുവാനിടയായി. ഇതിന്റെ എല്ലാം കാരണം ദൈവത്തിന്റെ വിശ്വസ്തതയും നിങ്ങളുടെ പ്രാർത്ഥനയും ഒന്നാണ്. ഞാൻ അതിന് ഹൃദയപൂർവ്വം, കുടുംബമായി, സഭയായി, വ്യക്തിപരമായി നിങ്ങളോട് നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പുതിയ വർഷത്തിന്റെ ആത്മീക സന്ദേശത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ പുതിയ വർഷം